പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയ സുവിശേഷത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത്. ഈശോ ഒരു സാബത്ത് ദിവസം വലത് കൈ ശോഷിച്ച മനുഷ്യന് രോഗശാന്തി നൽകുന്നതാണ് ഇന്നത്തെ തിരുവചനത്തിലുള്ളത്. ബലം കുറഞ്ഞ ഒരു കൈ, ശോഷിച്ച ഒരു കൈ. ഈശോ അവനോട് പറയുന്നു, കൈ നീട്ടുക. ബലമില്ലാത്ത ഒരു കൈ അവൻ എങ്ങനെ ഉയർത്തി കാണും? ഒരുപക്ഷെ അവന്റെ വലത് കൈയാണ് ശോഷിച്ചിരുന്നതെങ്കിൽ അവൻ ഇടത് കൈ കൂടി ഉപയോഗിച്ച് ഇടത് കൈയുടെ സഹായത്തോടുകൂടി വലത് കൈ ഉയർത്തി ഈശോയുടെ നേരെ നീട്ടിക്കാണും. അങ്ങനെ സഹായിക്കപ്പെട്ട രീതിയിൽ ഇടത് കൈ സഹായിച്ച് വലത് കൈ ഈശോയിലേക്ക് നീട്ടിയപ്പോൾ ആ കൈ ഈശോ അനുഗ്രഹിക്കുന്നു, സുഖപ്പെടുത്തുന്നു. വളരെ പ്രതീകാത്മകമായ ഒരു ചിന്തയാണിത് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും തനിയെ നിൽക്കാൻ പറ്റാത്ത, തനിയെ ഉയർന്നു വരാൻ പറ്റാത്ത, ദൈവത്തിലേക്ക് തനിയെ എത്താൻ പറ്റാത്ത പലരുമുണ്ട്. അവരെ സഹായിക്കേണ്ടത് ഈ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവമാകുന്ന ഒരു ബലഹീന സഹോദരനെ സഹായിക്കേണ്ടത് മറ്റൊരു അവയവമായ എൻ്റെ കടമയാണ്, നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച തിരുവചനം ധ്യാനിച്ചപ്പോൾ ചിന്തിച്ചു, ഒരു തളർവാദ രോഗി തനിയെ ഈശോയുടെ അടുത്തേക്ക് വരികയായിരുന്നില്ല, 4 പേർ ചേർന്ന് അവനെ എടുത്തുകൊണ്ട് വരികയായിരുന്നു. അവരുടെ വിശ്വാസം കണ്ടാണ് ഈശോ തളർവാദ രോഗിയോട് പറയുന്നത്, നിനക്ക് സൗഖ്യമുണ്ടാവട്ടെ. നമ്മളും ഇതുപോലെ മറ്റുള്ളവരെ അവരുടെ നന്മയിലേക്ക്, അവരുടെ ഉയർച്ചയിലേക്ക്, അവരുടെ ബലഹീനതയിൽ ഈശോയിലേക്ക് വളരുന്നതിന് അവരെ സഹായിക്കേണ്ട മറുകരങ്ങൾ ആകേണ്ടവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. ഏറെ ബലഹീനതകളുള്ള ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഏറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോൾ അങ്ങ് ഒരു കാര്യം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ, ഞങ്ങളുടെ കൂടെ ഞങ്ങളെക്കാൾ ബലം കുറഞ്ഞവരെ നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്ക്, അങ്ങയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ അവരെ സഹായിക്കേണ്ട മറുകരങ്ങളാണ്. മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള കൃപയും ഹൃദയവിശാലതയും ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.